ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നൊരു ചെമ്മീനിൻ്റെ റെസിപ്പിയാകാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കൊഞ്ചിൻ്റെ റെസിപ്പി. അതുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ക്രഷ്ഡ് ചില്ലി അതുകൂടി ചേർത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 300-400 ഗ്രാമോളം ചെമ്മീൻ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ എല്ലാം എത്തുന്ന രീതിയിലൊന്ന് നിരത്തി കൊടുക്കുക. ഞാൻ ചെമ്മീനൊക്കെ എണ്ണയുടെ മുകളിലായിട്ട് ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതും നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 4 ചെറിയ ഉള്ളി അതും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ്. ഇതിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ 1 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കറിവേപ്പില ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊരു നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ കറിവേപ്പില ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ കട്ടി തേങ്ങാപ്പാലിലേക്ക് അതേ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 പ്രാവശ്യമായിട്ട് ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സ്പൈസി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വേനാട് പാൽക്കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.